നമസ്കാരം സർ. നമസ്കാരം സർ, ഇതുവരെ ഞങ്ങൾക്ക് വോയിസ് കോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രൈം പ്രേക്ഷകരുടെ അടുത്തേക്ക്. ഇപ്പം നേരിട്ട് എത്തിയിരിക്കുകയാണ് സ്റ്റുഡിയോയിൽ. സ്വാഗതം. സന്തോഷം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പല പാർട്ടികൾക്കും പുച്ഛിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2001 ശേഷം കോൺഗ്രസിനൊരു സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് വളരാൻ പറ്റിയില്ല, CPI-യോളം എത്തിയില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടോ സത്യത്തിൽ? CPM-നോളം ഈ 2001 ശേഷം കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഞാനത് മനസ്സിലാക്കുന്നത് 2005 കോൺഗ്രസ്സിലൊരു നിർഭാഗ്യകരമായ പിളർപ്പ് നടന്നു. അന്ന് ഒരു സ്റ്റാൾവർട്ടായിട്ടുള്ള കെ കരുണാകരൻ പാർട്ടി പിളർന്നു പോയി. പക്ഷേ അതിന് ശേഷം ഈ കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു മാന്യമായൊരു പൂർണ്ണമായും മാന്യമാണ് എന്ന് പറയാവുന്നൊരു തിരിച്ചു വരവ് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം പലയിടങ്ങളിലുമുണ്ട്. മുരളീധരനൊക്കെ ഈ മെമ്പർഷിപ്പിന് വേണ്ടിയൊക്കെ യാചിച്ച് നടന്നിരുന്നൊരു ഘട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പക്ഷേ അവരൊക്കെ അത്തരം ട്രീറ്റ്മെൻറ്റിനൊക്കെ അർഹരായിരിക്കാം ഒരു പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പക്ഷേ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ, അവരുടെ കൂടെ പോയ ആളുകൾ, അവർ തങ്ങളുടെ നേതാക്കളെ അല്ലെങ്കിൽ നേതാവിനോടുള്ള ഇത്തരം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരിൽ പലരും ഇനി തിരിച്ചു വന്നിട്ട് എന്ത് കാര്യം, അവരുടെ അന്തസ്സിനൊക്കെ ക്ഷതമേൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് DIC ആയി പോയവരിൽ ഒരു 25% പേരെങ്കിലും തിരിച്ചു വന്നിട്ടില്ല. അവർ വ്യത്യസ്ത പാർട്ടികളിലൊക്കെ പോയ അനുഭവങ്ങൾ നമ്മുടെ ഗ്രാമീണ തലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളുണ്ട്. നമുക്കൊക്കെ നേരിട്ട് അനുഭവമുള്ള ഒരുപാട് കേസുകളുണ്ട്. ചില ആളുകൾ CPM പോയി, ചില ആളുകൾ BJP-യിൽ പോയി, ചില ആളുകൾ മുസ്ലിം ലീഗിൽ പോയി, അങ്ങനെ പലതരത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് പോയ ആളുകൾ. പിന്നെ കുറേ പേര് രാഷ്ട്രീയം തന്നെ നിർത്തി. അപ്പോൾ അവരുടെ അടുത്ത തലമുറ കോൺഗ്രസ്സിനോട് പിന്നെ അകന്നുപോയി. അത്തരത്തിലൊരു പാർട്ടി വിട്ടുപോയവരിൽ ഒരു 1/3 തീർച്ചയായിട്ടും നിശ്ചലമാവുകയും മറ്റു പാർട്ടിയിൽ പോവുകയും ചെയ്ത ഒരു തോതായിട്ട് നമുക്ക് എണ്ണാം. അത് ഈ പാർട്ടിയെ, ഇതിൻ്റെ ബൂത്ത് തല പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് എന്നെൻ്റെ ഒരു വ്യക്തിഗതമായ നിരീക്ഷണമാണ്. ഞാൻ അതാണ് ഇതിനൊരു കാരണമായിട്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ എണ്ണുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മലബാറുകാരാണ്. മലബാറിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം ഒരു ഒഴിഞ്ഞുപോക്ക്, ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞു, പാർട്ടി മാറി പോകുന്നതിൽ വലിയൊരു കുറവ് വരാത്തൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് മലബാറിൽ. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോൺഗ്രസിന് അടിയാണോ അത്? അല്ല, മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഇപ്പം മലബാർ പിന്നെ കേരളപ്പിറവിക്ക് മുമ്പിന് 1952 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ കോൺഗ്രസ് തകർന്നടഞ്ഞു പോയിരുന്നു. കാരണം അന്ന് കേളപ്പൻ ഒരു കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി, അന്ന് ആചാര്യ കൃപാലിനി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിൻ്റെ ഭാഗമായി അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സഖ്യം ഉണ്ടായിട്ട് ബഹുഭൂരിഭാഗം സീറ്റുകളും ഒരു 90% എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു തൂത്തുവാരി എന്ന് പറയാവുന്ന വിധം അന്ന് ഇടത് മുന്നണി, ഈ KMMP CPI സഖ്യം അന്ന് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പക്ഷേ മലബാറിൽ പിന്നീട് പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2001 ശേഷം കോഴിക്കോട് MLA ഇല്ലാത്ത സ്ഥിതിയുണ്ട്. മലപ്പുറത്തൊരു UDF-ൻ്റെ കോട്ടയാണെങ്കിലും അവിടെ സീറ്റുകൾ തോൽക്കുന്ന സ്ഥിതിയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥിതിയുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥിതി, അതെ, കോൺഗ്രസിൻ്റെ സ്ഥിതി മാത്രമേ പറയുന്നത്. അതുപോലെ കാസർഗോഡ് ഞാൻ മനസ്സിലാക്കുന്നത് 1987 ശേഷം കോൺഗ്രസിനൊരു MLA ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ ഇപ്പോൾ 2021 ശേഷം കോൺഗ്രസ് കൃത്യമായി അഭിസംബോധന ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ നിന്നൊരു 20 സീറ്റെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് മാത്രം, UDF അല്ല, കോൺഗ്രസ് മാത്രം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് നിലമ്പൂർ പറയാതെ പോകാൻ പറ്റില്ല. നിലമ്പൂർ നമുക്ക് UDF എന്നുള്ള സഖ്യത്തിൻ്റെ ഒരു ഒരുമയാണ് ശരിക്കും നമ്മളവിടെ കണ്ടത്. VD സതീശൻ കോർത്തിണക്കിക്കൊണ്ട് പോയി, കുഞ്ഞാലിക്കുട്ടി ഒപ്പം നിന്നു. അങ്ങനെ ഒരു മുസ്ലിം വോട്ടുകൾ ഒരുപാട് വന്നൊരു സ്ഥലമാണ്. അപ്പോൾ ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം നമുക്കങ്ങനെ മലബാർ ഏരിയയിൽ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയം വേണമെങ്കിൽ നമുക്ക് UDF ആയിട്ട് തന്നെയല്ലേ, അങ്ങനെയല്ലേ കാണാൻ പറ്റും അതിനെ? അല്ല, തീർച്ചയായിട്ടും UDF തന്നെയാണല്ലോ വിജയിക്കുക. ഞാൻ അതിനകത്ത് മലബാറിൽ ഇപ്പോൾ 60 സീറ്റാണ് ഉള്ളത്, കാസർഗോഡ് പാലക്കാട്. ഈ 60 സീറ്റിൽ മുസ്ലിം ലീഗിനേക്കാളേറെ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. മുസ്ലിം ലീഗ് ഒരു 24 മുതൽ 30 വരെയുള്ള സീറ്റുകളിൽ മത്സരിച്ചിട്ടുള്ളൂ അവർ, അല്ലെങ്കിൽ മത്സരിക്കാറുള്ളൂ. അപ്പം തീർച്ചയായിട്ടും കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. അപ്പോൾ
അവിടെ കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ ജയിച്ചു വരുമ്പോഴേ കേരളത്തിലും അധികാരത്തിൽ വരികയുള്ളൂ, അല്ലെങ്കിൽ യു ഡി എഫിനും കൂടുതൽ സീറ്റ് ലഭിക്കുകയുള്ളൂ. മുസ്ലിം ലീഗ് അവരൊരു വലിയ രീതിയിൽ പിന്നോക്കം പോകാത്ത തരത്തിലുള്ളൊരു പ്രകടനം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന പാർട്ടിയാണ് അവർ. ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ലധികം സീറ്റ് മുസ്ലിം ലീഗിന് മാത്രമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസും മലബാറിൽ ഒരു 20 സീറ്റ് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യാതൊരു അത്ഭുതത്തിനും അത് അവകാശമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിന് സമാനമായ ഒരു ജനവിധി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാവും. വിശിഷ്യ മലബാറിൽ നമ്മൾ അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. നമ്മൾ ആ ഫീലിങ്സ്, ആ ഒരു സ്പന്ദനം നമ്മൾ തൊട്ടറിയുന്നുണ്ട്. ഇപ്പം മലബാറിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അധികവും ഉള്ളത് UDF സഖ്യം, ഭരിക്കുന്നത് അധികവും UDF സഖ്യങ്ങളാണ്. അപ്പം മലബാർ ഏരിയ ഉറപ്പായിട്ടും കോൺഗ്രസിനും UDFനും ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇനിയൊരു ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ? അല്ല, അത് മലബാർ ഏരിയയിൽ അങ്ങനെ UDFന് കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം പാലക്കാട് ജില്ലാ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, ഇതൊക്കെ അധികപക്ഷവും CPM ആണ് ഭരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മാറി മാറി ഭരിക്കാറുണ്ട്. വയനാടും മലപ്പുറവുമാണ് ഈ ഒരു UDF അനുകൂല ജില്ലാ പഞ്ചായത്തുകളായിട്ട് എണ്ണാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് UDFും കോൺഗ്രസും ഒന്നും അത്ര വലിയ പ്രാമാണികത്വമൊന്നും അവിടെ നിലവിലില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഇത്തവണ വലിയ തോതിൽ മെച്ചപ്പെടാനിടയുണ്ട്. കാരണം ഞാൻ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അസമാനമായിട്ട് വയനാടും മലപ്പുറവും ഒക്കെ തൂത്തുവാരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. പാലക്കാടും ഗണ്യമായ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ കണ്ണൂരും കാസർഗോഡും ഒക്കെ നില മെച്ചപ്പെടുത്തും. ഏതായാലും ഞാൻ കാസർഗോഡും വയനാടും മലപ്പുറവും ഈ 3 ജില്ലാ പഞ്ചായത്തുകൾ ഉറപ്പായിട്ട് എണ്ണുന്നുണ്ട്. അതിന് പുറമെ ചില അത്ഭുതങ്ങൾ സംഭവിച്ച് ഒരു ജില്ലാ പഞ്ചായത്തെങ്കിലും മിനിമം 2 വരെ ആകാം. അത്തരത്തിലുള്ളൊരു റിസൾട്ട് മലബാറിൽ നിന്ന് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2001 ശേഷമുള്ളൊരു പാർട്ടിയുടെ ഒരു കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ല സർ അതിൻ്റെ ഇടയിലൊന്ന് മെൻഷൻ ചെയ്തതുകൊണ്ട് പറയണം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള വിവാദങ്ങൾ അത് ഇനി കോൺഗ്രസ്സിന് ആ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ഇതൊക്കെ വ്യക്തികളാണല്ലോ പാർട്ടികളിലൊക്കെ ഉള്ളത്. ഈ വ്യക്തികളൊക്കെ ഒരു പിഴവും സംഭവിക്കാത്തവരാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ മാനുഷികമായ വീഴ്ചകളൊക്കെ ആളുകൾക്കൊക്കെ സംഭവിക്കും. പക്ഷേ അത്തരമൊരു സംഭവങ്ങളെ പാർട്ടി എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുക. ഇപ്പോൾ കോൺഗ്രസ്സിലെ രാഹുൽ മാങ്കൂട്ടത്തിലോ CPMലെ ശശിമാരോ അല്ലെങ്കിൽ പിന്നെ മുകേഷോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ പിഴവുകളിലേക്ക് പോകുന്നതിന് ആരും പാർട്ടി കുറ്റപ്പെടുത്തില്ല. അല്ലെങ്കിൽ BJPയിൽ യെദ്യൂരപ്പ തൊട്ട് പിന്നെ ഗുസ്തി ഫെഡറേഷൻ്റെ ബ്രിജ്ഭൂഷൺ സിംഗ് വരെയുള്ള ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പെട്ട് കിടക്കുകയും വലിയ വാർത്തകൾ വരികയൊക്കെ ചെയ്ത ആളുകളാണല്ലോ. പക്ഷെ അതൊന്നും പാർട്ടി എന്ന നിലയിൽ അല്ല അതിനെ ആളുകൾ എടുക്കുക. പക്ഷേ ആ പാർട്ടി അതിൽ പ്രതിക്കൂട്ടിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളെ പാർട്ടി എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, എത്തരത്തിലാണ് നടപടികളുമായിട്ട് നിലപാടുമായിട്ട് ആ വിഷയങ്ങളിൽ പാർട്ടി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ജനം വിലയിരുത്തുക. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റേത് വളരെ മാതൃകാപരമായ ഒരു നിലപാടാണ് എന്നുള്ളത് ജനത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തന്നെ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ വന്നപ്പോൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇപ്പോൾ ഇത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള പരാതികളും ഇതുവരെ നിലവിൽ അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരാതിക്കാരായ ആളുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അവരുടെ ഐഡൻറ്റിറ്റിയോടുകൂടി വെളിപ്പെടുത്തുന്നൊരു സാഹചര്യവും ഇല്ല. കാരണം ഒരു നടി വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. മാത്രമല്ല മറ്റ് വെളിപ്പെടുത്തലുകളൊക്കെ ശബ്ദരേഖകളായിട്ട് നമ്മൾ ചില ചാനലുകൾ പുറത്തു വിടുകയാണ്. അത് ആരാണ്, എവിടെയാണ്, എന്താണ് എന്നൊന്നും യാതൊരു തരത്തിലുള്ള അതിൻ്റെ ഒരു അനാവൃതമാക്കലുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നൊരു പോലീസിൽ പരാതി പോയിട്ടില്ല. കാരണം പോലീസിൽ പരാതിപ്പെടാനുള്ള എളുപ്പം. കാരണം കോൺഗ്രസ് കേരളത്തിലും ഭരിക്കുന്നില്ല, കേന്ദ്രത്തിലും ഭരിക്കുന്നില്ല, സമ്പൂർണ്ണ പ്രതിപക്ഷമായ ഒരു പാർട്ടിയാണ്.
അപ്പോൾ അതുമില്ല. ആളുകൾക്ക് അങ്ങോട്ട് പോലീസൊക്കെ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്വീകരിച്ച് അതിനെ പിന്നെ ഏത് വിധേനയും അതിനകത്തൊരു കൈകടത്തലിന് ഇടയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് അതുമില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം വെച്ചിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അത് മാതൃകാപരമാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഗുണം എന്നൊരു പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നമ്മളൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനകത്ത്. അപ്പം നമ്മൾ നിലപാടും നയവും സ്ത്രീകളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും അവരുടെ പിന്നെ പരിവേഷത്തിനൊക്കെ വില കൽപ്പിക്കുന്ന പാർട്ടിയാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടാൻ പാകത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന വിഷയമൊന്നും ഒരിക്കലും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം കെ മുരളീധരൻ്റെ സീറ്റ് സംബന്ധിച്ചൊരു കാര്യം സംശയമുണ്ട് നിലവിൽ. കെ മുരളീധരൻ എവിടെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് സ്വതവേ എല്ലാവർക്കും ഒരു സംശയം നിലനിൽക്കുകയാണ്. വട്ടിയൂർക്കാവ് പറഞ്ഞു കേൾക്കുന്നു, തൃശ്ശൂർ പറഞ്ഞു കേൾക്കുന്നു. തൃശ്ശൂർ കെ മുരളീധരനാണെങ്കിൽ പത്മജയായിരിക്കും എതിരാളി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതെങ്ങനെയായിരിക്കും കോൺഗ്രസ് നേരിടാൻ പോകുന്നത് കെ മുരളീധരൻ എന്ന ഫാക്ടറിനെ? അല്ല, കെ മുരളീധരൻ എന്നല്ല ഇതിൽ പിന്നെ ഏതൊക്കെ നേതാക്കൾ എവിടെയൊക്കെ മത്സരിക്കുമെന്നുള്ളതൊന്നും അതൊന്നും അങ്ങനൊരു പാർട്ടി നേരിടുന്നൊരു വിഷയങ്ങളൊന്നുമല്ല. അതൊക്കെ ആ സമയത്ത് ഉചിതമായ തീരുമാനങ്ങളുണ്ടായി വ്യത്യസ്ത നേതാക്കൾ വളരെ കൃത്യമായിട്ട് മത്സരിക്കുകയും വിജയിച്ച് വരികയൊക്കെ ചെയ്യും. അതാണല്ലോ അതിൻ്റെ രീതി. അല്ല അത് ഒരാൾ എവിടെ മത്സരിക്കൂ എന്നുള്ളതൊരു പാർട്ടിയുടെ ഒരു തലവേദനയൊന്നുമല്ല. അത് പലപ്പോഴും ആ വ്യക്തികളുടെ വിഷയം എന്നതിനപ്പുറത്ത് പാർട്ടി അതിനകത്ത് അത്ര വലിയ കൺസേണോ അതിൻ്റെ ഒരു പ്രയോറിറ്റിയിലൊക്കെ ഉൾപ്പെടുന്നൊരു കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും ആനുപാതികമായ പരിഗണനയും ആനുപാതികമായ പ്ലേസിങ്ങും പൊസിഷനിങ്ങും ഒക്കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് ഈ പാർട്ടിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സ്വാഭാവികമായും ഉണ്ടായി വരുന്നൊരു സംശയമാണ്. കോൺഗ്രസിൽ ഒരുപാട് ഗ്രൂപ്പ് വഴക്കുകൾ നടക്കാറുണ്ട്. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പോലും പുതിയ അധ്യക്ഷന് വേണ്ടിയുള്ളതിലും ഗ്രൂപ്പ് വഴക്കുകൾ വല്ലാതെ തെളിഞ്ഞു കണ്ടിട്ടുണ്ട്. അതിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിൽക്കപ്പെടുമ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് നിൽക്കണമെന്ന് കോൺഗ്രസിന് ശരിക്കും അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നിന്നേ തീരൂ എന്നുള്ളൊരു നിലപാടുണ്ടോ? ഒരു ഗ്രൂപ്പിൽ നിന്നാലേ കോൺഗ്രസിൽ ഭാവിയുള്ളൂ ഇനി വരുന്ന അണികൾക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ കോൺഗ്രസിന്? ഇതിനകത്ത് ഈ കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടി അല്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സിലെ ഒരുപാട് വനിതാ നേതാക്കൾ ഉൾപ്പെടെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, സ്ഥാനമൊഴിയണം എന്നൊക്കെ പരസ്യമായിട്ട് പ്രതികരിച്ച് മുന്നോട്ട് വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ഈ ഇത്തരം സമാനമായ വിഷയങ്ങൾ CPM-ലോ BJP-ലോ ഒക്കെ ഉണ്ടായിട്ടുള്ള കാലത്ത് ഒരു നേതാവും ഇത്തരത്തിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ഈ പറഞ്ഞ പ്രതിക്കൂട്ടിലായ ആളെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ നിലപാട് പറഞ്ഞ് തടി തപ്പുകയൊക്കെ ചെയ്ത ശ്രീമ ടീച്ചറെയും ഷൈല ടീച്ചറൊക്കെ വളരെ കൃത്യമായിട്ട് രാജിവെക്കേണ്ട കാര്യമില്ല. എന്താ ഒരാളെ കുറ്റാരോപണം വന്നാൽ രാജിവെക്കണമെന്നൊക്കെ ചോദിച്ചാണ് അവർ അത്രയും ധാർമ്മികമായിട്ട് ഒരു ച്യുതി പ്രകടമാക്കിയ ആളാണ്. പിന്നെ ഒരു സതീദേവിയുടെ പ്രസ്താവനയും ഞാൻ കണ്ടു. ഇപ്പം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കയറി വരുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരും ഒക്കെ ഒഴിഞ്ഞു മാറുന്ന സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്ന മട്ടിലൊക്കെ പറഞ്ഞ് പിരിയുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസ്സിൽ വളരെ കൃത്യമായ നിലപാടെടുത്തു. അതൊക്കെ കോൺഗ്രസ്സിനകത്ത് ഇതിനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു ആഭ്യന്തര ജനാധിപത്യ ക്രമീകരണവും ശൈലിയും കോൺഗ്രസ്സിനുണ്ട്. അങ്ങനെ ശൈലി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിയിലുമുള്ള ചേരികൾ കോൺഗ്രസ്സിൽ ഒന്നുകൂടി പ്രകടമായിട്ട് അത് അനാവൃതമാവും, അല്ലെങ്കിൽ അത് പിന്നെ ഫോക്കസ്ഡ് ആവും. അതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ മുൻകാലങ്ങളിലൊക്കെ ആശയങ്ങളുടെ പേരിൽ പിന്നെ അഭിപ്രായ ഭിന്നതയും ചേരികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നെ പത്രക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് എന്ന് വിളിച്ച് ഗ്രൂപ്പായി മാറിയതും ആവാം. അപ്പോൾ ഗ്രൂപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്യന്തികമായിട്ട് പാർട്ടിയാണ് വലുത് എന്ന ചിന്തക്ക് മേൽ ഗ്രൂപ്പ് പോകുമ്പോൾ ഗ്രൂപ്പ് അപകടം ചെയ്യും. അല്ലാത്ത സാഹചര്യത്തിൽ ഗ്രൂപ്പ് ഒരു മികച്ച ഒരു രസക്കൂട്ടിൻ്റെ ഒരു ഉൽപ്രേരകം പോലെ അതൊരു ഒരു ഒരു ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് വഴിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിഗതമായ അഭിപ്രായം. പക്ഷേ ഗ്രൂപ്പ് പാർട്ടിക്ക് മുകളിൽ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അപകടം ചെയ്യും, പിന്നെ വരുത്തി വെക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് സാഹചര്യത്തിൽ അങ്ങനെ ഒരു
സോക്കാൾഡ് ഗ്രൂപ്പുകളുടെയൊക്കെ കാലം അവസാനിച്ചു. ഇനി അതിന് പ്രസക്തിയില്ല. പക്ഷേ ഇപ്പോഴും ചില അഭിപ്രായങ്ങളും ചില ആശയങ്ങളൊക്കെ പുലർത്തുന്നവർ തമ്മിലുള്ള കൂട്ടങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ ഒരു സംഘടനയിലും ആർക്കും സാധിക്കുകയില്ല. ഏതായാലും അത്തരൊരു ഗ്രൂപ്പിൻ്റെ അഹിതകരമായൊരു ചുറ്റുപാട് കേരളത്തിൽ കോൺഗ്രസിനകത്ത് അവസാനിച്ചിട്ടുണ്ട്.